ഹായ് ഓൾ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പാർട്ട് 2-ലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള ടുവാർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ ചാപ്റ്റർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ കാണാൻ പറ്റുന്നത്? കുറച്ച് കുട്ടികളും ടീച്ചേഴ്സും കൂടിയിട്ട് ഒരു സ്റ്റഡി ടൂർ പോയതാണ് അല്ലേ? നിങ്ങളെ സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോവലില്ലേ? അതുപോലെ ഇവരെ സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂർ പോയി. നിങ്ങൾ എങ്ങോട്ടേക്കാണ് സ്റ്റഡി ടൂർ പോലെ? അപ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കാണ് സ്റ്റഡി ടൂർ പോയതെന്ന് പറയുക. ഇവരെങ്ങോട്ടേക്കാണ് പോയത് എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അങ്ങനെ ഈ സ്റ്റഡി ടൂർ പോയ സമയത്ത് ഇവരെന്തൊക്കെ കണ്ടു, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരേത് സ്കൂളിലുള്ള കുട്ടികളാണ്? കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലുള്ള കുട്ടികളാണ് ഇവിടെ ഏതൊക്കെ പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്തത്? വിസിറ്റഡ് പ്ലേസസ് ലൈക്ക് കണ്ടണശ്ശേരി, മുണിയാട്ടുകുന്ന് ആൻഡ് കുടക്കല്ലു പറമ്പ് ആൻഡ് ശക്തൻ തമ്പുരാൻ മ്യൂസിയം ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. അപ്പം തൃശ്ശൂർ ജില്ലയിലുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയം, അതുപോലെ തന്നെ കുടക്കല്ല പറമ്പ്, അതുപോലെ തന്നെ മുണിയാട്ടുകുന്ന്, അതുപോലെ തന്നെ കണ്ടണശ്ശേരിയിലൊക്കെയാണ് ഇവർ പോയിട്ടുള്ളത്. Let's get familiarized with a part of Richu's travelogue that contains the information gathered during the study tour. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിച്ചു എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു ട്രാവലോഗ് എഴുതിയിട്ടുണ്ട്. ആ ട്രാവലോഗ് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവരവിടെ എന്തൊക്കെയാണ് കണ്ടത്, ഇവരെവിടെയൊക്കെയാണ് പോയത്, ഇവർ കണ്ട ഇവർ കണ്ടിട്ടുള്ള സാധനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിച്ചുവിൻ്റെ ട്രാവലോഗ് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കാം. എ ജേണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രാവശിഷ്ടങ്ങളെ തേടി ഒരു യാത്ര. എന്താണ്? ചരിത്രാവശിഷ്ടങ്ങളെ തേടി ഒരു യാത്ര. അതാണ് എ ജേണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രാവശിഷ്ടങ്ങൾ. എ ജേണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്, ചരിത്രാവശിഷ്ടങ്ങളെ തേടി ഒരു യാത്ര. അപ്പോൾ എഴുതിയത് ആരാണെന്നാണ് ഇതിൽ പറഞ്ഞത്? റിച്വസ് ആണ് എഴുതിയത്. റിച്വസിൻ്റെ ക്ലാസ് ഏതാ? ക്ലാസ് 6th B ആണ്. ഗവൺമെൻറ് UPS കാറ്റാടിക്കുന്നിലാണ് റിച്ചു പഠിക്കുന്നത്. എന്നിട്ട് റിച്ചു പറയാണ്, ഫ്രം ദി പ്ലെയിൻ ഏരിയ വി സ്റ്റാർട്ടഡ് ക്ലൈംബിങ് അപ്പ് ദി ഹിൽ. അപ്പോൾ റിച്ചു എന്താണ് പറയുന്നത്? ഒരു പ്ലെയിൻ പ്രദേശത്ത്, ഒരു നിരപ്പായ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? കുന്ന് കയറാൻ തുടങ്ങി എന്നാണ് റിച്ചു പറയുന്നത്. കുന്ന് കയറാൻ തുടങ്ങി. It was an amazing journey through small bushes, steep slopes and rocky cracks. അപ്പോൾ റിച്ചു പറയാണ്, ആ ഒരു ചെരുവിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ട്? ചെറിയ ചെടികളും ചെരിവുകളും പാറകളും ഒക്കെ ഉള്ള വഴിയാണത്. അതിലൂടെ നടക്കുന്ന ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു, വളരെ ആകർഷകമായ ഒരു യാത്രയായിരുന്നു എന്നാണ് റിച്ചു പറയുന്നത്. ദിസ് ട്രിപ്പ് റിയലി സർപ്രൈസ്ഡ് അസ്. ഈ ട്രിപ്പ് എന്ത് ചെയ്തു? ഞങ്ങളെ അത്രയും സർപ്രൈസാക്കി, വളരെയധികം അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. വി സോ കുടക്കല്ലു, തൊപ്പിക്കല്ലു ആൻഡ് മുണിയറ. അവരെന്തൊക്കെ കണ്ടു? കുടക്കല്ല് കണ്ടു, അതുപോലെ തന്നെ തൊപ്പിക്കല്ല് കണ്ടു, അതുപോലെ തന്നെ എന്തും കണ്ടു? മുണിയറ കണ്ടു. അപ്പോൾ കുടക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അംബ്രല സ്റ്റോൺ ആണ്. തൊപ്പിക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാബ് സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ മുണിയറ എന്ന് പറഞ്ഞാൽ എന്താ? ഡോൾമെൻ ആണ്. അപ്പം ഡോൾമെൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡോൾമെൻ എന്ന് പറഞ്ഞാൽ ഗുഹ പോലെ ഉള്ള കല്ലാണെന്ത്? ഡോൾമെൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്തൊക്കെ കണ്ടു? കുടക്കല്ല് കണ്ടു, തൊപ്പിക്കല്ല് കണ്ടു, അതുപോലെ തന്നെ മുണിയറ, അതായത് ഡോൾമെനും കണ്ടു. മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അത് എന്ത് വെച്ചിട്ടുണ്ടാക്കിയത്? സ്റ്റോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കല്ല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കുടക്കല്ലും തൊപ്പിക്കല്ലും മുണിയറയൊക്കെ കണ്ടു വ്യത്യസ്തമായ സ്ഥലത്ത്. ദി വൺ ഷേപ്പ്ഡ് ലൈക്ക് അംബ്രല. ഒന്നിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു അംബ്രല പോലെയാണ്, കുട പോലെയാണ്. വേർ കുടക്കല്ലു, അതാണെന്ത്? കുടക്കല്ല്. ദി ക്യാബ് ഷേപ്പ്ഡ് വൺ വേർ തൊപ്പിക്കല്ലു. അപ്പോൾ ക്യാപ്പ് പോലെയുള്ളത് എന്താണ്? തൊപ്പിക്കല്ലാണ്. കുട പോലെയുള്ളത് എന്താണ്? കുടക്കല്ലാണ്. ക്യാപ്പ് പോലെയുള്ളത് എന്താണ്? തൊപ്പിക്കല്ലാണ്. ആൻഡ് ദി കേവ് ലൈക്ക് വൺ വേർ മുണിയറാസ്. അപ്പോൾ ഒരു ഗുഹ പോലെയുള്ളതാണ് എന്ത്? മുണിയറ. അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വെക്കണം റിച്ചു എന്തൊക്കെയാണ് കണ്ടത്. കുടക്കല്ല് കണ്ടു, തൊപ്പിക്കല്ല് കണ്ടു, അതുപോലെ തന്നെ എന്തും കണ്ടു? മുണിയറയും കണ്ടു. അപ്പോൾ കുടക്കല്ല് എങ്ങനെയാണ് ഉള്ളത്? കുടക്കല്ലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? അംബ്രല ഷേപ്പാണ്. അതിന് എന്താ പറയുക? അംബ്രല സ്റ്റോൺ എന്നാണ് പറയുക. എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? സ്റ്റോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അടുത്തത് തൊപ്പിക്കല്ല്.
കല്ല് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ക്യാപ്പ് പോലെയാണ്, തൊപ്പി പോലെയാണുള്ളത്. ഒരു തൊപ്പി ഇങ്ങനെ തല കുത്തനെ വെച്ച എങ്ങനെയാണോ അതുപോലെയാണ് തൊപ്പിക്കല്ലുള്ളത്. അടുത്തതാണ് എന്ത്, മുണിയറ അല്ലെങ്കിൽ ഡോൾമെൻ. അതെങ്ങനെയാണ്, കേവ് ലൈക്ക് സ്റ്റോൺ സ്ട്രക്ചറാണ്, മെയ്ഡ് ഓഫ് ലാർജ് സ്റ്റോൺ സ്ലാബ്സ് വെച്ചിട്ട്, വലിയ കല്ലിൻ്റെ സ്ലാബ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗുഹ പോലെയുള്ള സ്ട്രക്ചറാണ് എന്ത്, മുണിയറ അല്ലെങ്കിൽ ഡോൾമെൻ. ദീസ് വേർ മെയ്ഡ് ബൈ ഹ്യൂമൻ ഹൂ ലിവ്ഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാരാണ് എന്തുണ്ടാക്കിയത്, ഈ കുടക്കല്ലും തൊപ്പിക്കല്ലും മുണിയറയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ടീച്ചർ ടോഡസ് അബൌട്ട് ദീസ് ഹിസ്റ്റോറിക്കൽ റിലിക്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ അവരുടെ ടീച്ചർ എന്ത് ചെയ്തു, അവരോട് റിച്ചു പറയാണ്, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. ടു ലേൺ മോർ അബൌട്ട് ദീസ് വി വെൻ ടു ശക്തൻ തമ്പുരാൻ മ്യൂസിയം ഇൻ തൃശ്ശൂർ ടൗൺ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്, എന്തിനെക്കുറിച്ചിട്ട്, ഈ ഒരു ചരിത്രാവശിഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ടേക്ക് പോയി, തൃശ്ശൂർ ടൗണിലുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് പോയി. അപ്പോൾ ശക്തൻ തമ്പുരാൻ മ്യൂസിയം എവിടെയാണുള്ളത്, തൃശ്ശൂരാണുള്ളത്. അപ്പോൾ തൃശ്ശൂരുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് പോയി. ദി മ്യൂസിയം ഹാഡ് എ കളക്ഷൻ ഓഫ് സ്റ്റോൺ മൊണുമെൻറ്റ്സ് സിമിലർ ടു വൺ ദാറ്റ് വി ഹാവ് സീൻ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ഇറ്റ്സ് മോഡൽ അലോങ് വിത്ത് ഡിസ്ക്രിപ്ഷൻസ് വർ ആൾസോ ഡിസ്പ്ലേഡ്. അപ്പോൾ റിച്ചു പറയാണ്, അവർ എന്തൊക്കെയാണ് കണ്ടത് എന്ന്. ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് പോയ സമയത്ത് അവരെന്തൊക്കെയാണ് കണ്ടത്. റിച്ചു പറയാണ്, ഞങ്ങൾ കണ്ട കല്ല് സ്മാരകങ്ങളോട് സാമ്യമുള്ള നിരവധി മോഡലുകൾ. അതായത് അവരെന്ത് കണ്ടിട്ടുണ്ട്, കല്ല് സ്മാരകങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതിനോട് സാമ്യമുള്ള നിരവധി മോഡലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഓരോ കല്ല് സ്മാരകത്തിൻ്റെയും വിശദീകരണങ്ങൾ അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ഉണ്ട്, ഇരുമ്പായുധങ്ങളുണ്ട്, ഉപകരണങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ പിന്നെന്തുണ്ട്, പുരാതനമായിട്ടുള്ള നാണയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവരെവിടെ കണ്ടു, ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിൽ കണ്ടു. ഇനി അടുത്തത്, ഹാവ് യു ഗോൺ ഫോർ സ്റ്റഡി ടൂർ ലൈക്ക് ദീസ്. നിങ്ങൾ ഇതുപോലൊരു സ്റ്റഡി ടൂർ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു റൈറ്റ് ആൻഡ് പ്രസൻറ്റ് അബൌട്ട് സച്ച് എക്സ്പീരിയൻസ്. നിങ്ങളോട് ഇതുപോലെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദി ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലോഗ്. റിച്ചുവിൻ്റെ ട്രാവലോഗിൽ റിച്ചു പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളൊന്ന് പറഞ്ഞേ. കുടക്കല്ല് കണ്ടു, അതുപോലെ തന്നെ തൊപ്പിക്കല്ല് കണ്ടു, പിന്നെന്ത് കണ്ടു, മുണിയറ കണ്ടു അല്ലേ. കുടക്കല്ല് എന്ന് പറഞ്ഞാൽ അംബർല സ്റ്റോൺ ആണ്, തൊപ്പിക്കല്ല് എന്ന് പറഞ്ഞാൽ ക്യാബ് സ്റ്റോൺ ആണ്, മുണിയറ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോൾമെൻ, കേവ്, അതായത് ഗുഹ പോലെയുള്ളതാണ് എന്ത്, മുണിയറ. ഷാൾ വി എക്സ്പ്ലോർ മോർ അബൌട്ട് ദീസ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ, അതായത് ചരിത്രാവശിഷ്ടങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കല്ലേ, നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ലേ പഠിക്കാൻ. അതെ. അപ്പോൾ ആദ്യം അവരെന്തൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് എൻ്റെ കൂടെ പറഞ്ഞേ, എന്തൊക്കെ കണ്ടു. കുടക്കല്ല് കണ്ടു, തൊപ്പിക്കല്ല് കണ്ടു, മുണിയറ കണ്ടു. എന്തൊക്കെയാ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുണിയറ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെഗാലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്, മെഗാലിത്തിക് ഏജ്. അപ്പോൾ പേര് മറന്നു പോയത്, എന്താണ് മെഗാലിത്തിക് ഏജ്. അപ്പോൾ ഈ മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ മെഗാ ഷോ എന്നൊക്കെ കേട്ടില്ലേ. മെഗാ ഷോ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ഷോ ആണ് അല്ലേ, മെഗാ ഷോ. അപ്പോൾ മെഗാ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ. ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ല്. ലിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ല് എന്നാണ് അർത്ഥമാക്കുന്നത്. മെഗാ എന്ന് പറഞ്ഞാൽ വലിയ, ലിത്ത് എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പം മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ കല്ലുകൾ കൊണ്ട് സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന കാലത്തിനെയാണ് നമ്മൾ മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ട് സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് എന്താ പറയുന്നത്, കുടക്കല്ല്, തൊപ്പിക്കല്ല് ആൻഡ് മുണിയറ മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മൊണുമെൻറ്റ്സ്. അപ്പം കുടക്കല്ലും അതുപോലെ തന്നെ തൊപ്പിക്കല്ലും അതുപോലെ തന്നെ മുണിയറയൊക്കെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഗ്രാനൈറ്റും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഗ്രാനൈറ്റ്, ലാറ്ററൈറ്റ് പോലെയുള്ള വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ സ്മാരകങ്ങളാണ് ഏതൊക്കെ, കുടക്കല്ലും തൊപ്പിക്കല്ലും മുണിയറയൊക്കെ.
ഇവയൊക്കെ എന്തിൻ്റെ സ്മാരകങ്ങളാണ്? ഇവയെല്ലാം മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മൊണുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാരകങ്ങൾ. മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്നാണ് ഇതിനെയൊക്കെ അറിയപ്പെടുന്നത്. ഏതിനൊക്കെ? കുടക്കല്ലിനെയും തൊപ്പിക്കല്ലിനെയും മുണിയറേനെയും ഒക്കെ എന്ത് സ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്? മെഗാലിത്തിക് മൊണുമെൻറ്റ്സ്, മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. കുടക്കല്ലും തൊപ്പിക്കല്ലും മുണിയറൊക്കെ എന്ത് വെച്ചിട്ടുണ്ടാക്കിയത്? ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഇതിനെന്താണ് പറയുന്നത്? മെഗാലിറ്റിക് മൊണുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. കുടക്കല്ലും തൊപ്പിക്കല്ലും മുണിയറൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? മെഗാലിറ്റിക് മൊണുമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മെഗാലിറ്റിക് സ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സിൻസ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബ്സ് ദേ ആർ കോൾഡ് മെഗാലിറ്റിക് മൊണുമെൻറ്റ്സ്. ഇതെന്തൊക്കെ വെച്ചിട്ടാണ്? വലിയ കല്ലുകളും വലിയ കല്ലിൻ്റെ സ്ലാബൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ആയിട്ടാണ് അറിയപ്പെടുന്നത്? മെഗാലിത്തിക് മൊണുമെൻറ്റ്സ്, മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദി പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദീ സ്റ്റോൺസ് മൊണുമെൻറ്റ്സ് വേർ ബിൽഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്. അപ്പോൾ ഈ സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലുള്ള സ്മാരകങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദി പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദീ സ്റ്റോൺ മൊണുമെൻറ്റ്സ് വേർ ബിൽഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്. അപ്പോൾ ഈ കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുണിയാറാസൊക്കെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കല്ല് വെച്ചിട്ട് എന്താണ് അവർ അവിടെ നിർമ്മിക്കുന്നത്? സ്മാരകങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ കല്ല് വെച്ചിട്ട് സ്മാരകങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ദി എവിഡൻസ് ഓഫ് മെഗാലിത്തിക് ഏജ് ആർ ഫൗണ്ട് ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഈ മെഗാലിത്തിക് ഏജിൻ്റെ എവിഡൻസ് എവിടെയൊക്കെ ഉണ്ട്? സൗത്ത് ഇന്ത്യയിലുള്ള കുറേ ഭാഗങ്ങളിൽ ഇതിൻ്റെ എവിഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലുള്ള കൂടുതൽ ഭാഗങ്ങളിലും ഇതിൻ്റെ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ മെഗാലിത്തിക് ഏജ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമ്മോട് പറയുന്നത് ഈ മെഗാലിത്തിക് സൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് സൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് സൈറ്റ്സ്? കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മറയൂർ, ചേരമങ്ങനാട്, അതുപോലെ തന്നെ കുപ്പക്കൊല്ലി, അതുപോലെ തന്നെ മങ്ങാട്. ഇതാണ് കേരളത്തിലുള്ള മെഗാലിത്തിക് സൈറ്റ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇടങ്ങൾ. ഇനി അടുത്തത് തമിഴ്നാട്ടിലാണെങ്കിലോ അടിച്ചനല്ലൂരും, അതുപോലെ തന്നെ കർണാടകയിലാണെങ്കിൽ ബ്രഹ്മഗിരിയും, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലാണെന്നുണ്ടെങ്കിൽ നാഗാർജുന കോണ്ടയൊക്കെയാണ് മെഗാലിത്തിക് സൈറ്റ്സ് കാണുന്ന സൗത്ത് ഇന്ത്യൻ സ്പോട്സ്. അടുത്തത് പറയാണ് മെഗാലിത്തിക് മൊണുമെൻറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഏഷ്യൻ ബ്യൂറിയൽ പ്രാക്ടീസസ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ സ്മാരകങ്ങൾ പ്രധാനമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്മാരകങ്ങളാണ് ഇതൊക്കെ. എന്തിനുണ്ടാക്കിയതാണ്? മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്മാരകങ്ങളാണ് ഈ മെഗാലിത്തിക് സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. സച്ച് സ്റ്റോൺ മൊണുമെൻറ്റ്സ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ബൊറിയിങ് ദി റിമെയിൻ ഓഫ് ദി ഡെഡ്. അതായത് മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ മെഗാലിത്തിക് മൊണുമെൻറ്റ്സ്. സിൻസ് ന്യൂമറസ് അയേൺ ടൂൾസ് വേർ ഫൗണ്ട് ഫ്രം മെഗാലിത്തിക് മൊണുമെൻറ്റ്സ്. അപ്പോൾ ഈ മെഗാലിത്തിക് സ്മാരകങ്ങളിൽ നിന്ന് എന്തും കിട്ടുന്നുണ്ട്? ഇരുമ്പ് ഉപകരണങ്ങളും കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പ് ഉപകരണങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ ഈ ഏജിനെ നമുക്ക് എന്തും കൂടെ പറയാം? അയേൺ ഏജ് എന്നും പറയും. അപ്പോൾ മെഗാലിത്തിക് ഏജിനെ നമുക്ക് എന്തും കൂടെ പറയാം? അയേൺ ഏജ് എന്നും പറയും. കാരണം എന്താണ്? ഈ സ്മാരകത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തും കൂടെ കിട്ടുന്നുണ്ട്? അയേൺ, ഇരുമ്പ് ഉൽപ്പന്നങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്ത് പറയാം? അയേൺ പീരീഡ് അല്ലെങ്കിൽ അയേൺ ഏജ് എന്ന് പറയാം. എന്ത് പറയാം? അയേൺ ഏജ് എന്ന് പറയാം. Along with the remain of the dead, ornaments, weapons, tools, vessels and coins that they used were also found from megalithic monuments. അപ്പം മരിച്ചിട്ടുള്ള ആ ഒരു ബോഡീൻ്റെ കൂടെ പിന്നെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഇരുമ്പായുധങ്ങളും പാത്രങ്ങളും ആഭരണങ്ങളും നാണയങ്ങളും മറ്റു ഉപകരണങ്ങളൊക്കെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് പറയാണ് കംപ്ലീറ്റ് ദി ഗിവൺ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു മെഗാലിത്തിക് മൊണുമെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് സ്മാരകങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പം മേജർ മെഗാലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ കേരളയാണ് ഫസ്റ്റ് തന്നത്. കേരളയിലുള്ള സൈറ്റ്സ് ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, കേരളയിലുള്ള സൈറ്റ്സ് ഏതൊക്കെയാണ്?
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതാണ് മറയൂർ, അടുത്തതാണ് ചേരമനങ്ങാട്, അടുത്തതാണ് കുപ്പക്കൊല്ലി, അടുത്തതാണ് മങ്ങാട്. അപ്പോൾ കേരളത്തിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. ഇതൊക്കെയാണ് ഏത് കേരളത്തിലുള്ള സൈറ്റ്സ്. ഇനി അടുത്തത് തമിഴ്നാട്ടിലുള്ളത് ഏതാ? തമിഴ്നാട് ഏതാണ്? അടിച്ചനല്ലൂരാണ്. ഏത് തമിഴ്നാട്ടിലുള്ളത്? ഏതാണ്? അടിച്ചനല്ലൂരാണ്. ഇനി അടുത്തത് കർണാടകയിലാണെങ്കിലോ ബ്രഹ്മഗിരിയാണ്. അടുത്തത് ആന്ധ്രാപ്രദേശ് ആണെന്നുണ്ടെങ്കിൽ നാഗാർജുന കോണ്ടയാണ്. ഏതാ? നാഗാർജുന കോണ്ട. ഇതൊക്കെയാണ് സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് സൈറ്റ്സ്. ഇനി അടുത്തത് ഏതാ? മേജർ മെഗാലിത്തിക് മൊണുമെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മെഗാലിത്തിക് മൊണുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്. കുടക്കല്ലുണ്ട്, പിന്നെ തൊപ്പിക്കല്ലുണ്ട്. അതിൻ്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. കുടക്കല്ലിൻ്റെ ഫിഗർ കണ്ടില്ലേ? അതുപോലെ തൊപ്പിക്കല്ലുണ്ട്. അടുത്തതാണ് ഏത്? നാട്ടുകല്ലുണ്ട്, കല്ലറ, മുണിയറ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് മേജർ മെഗാലിത്തിക് മൊണുമെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യയിലുള്ള മേജർ മെഗാലിത്തിക് മൊണുമെൻറ്റ്സ് ഏതൊക്കെയാണ്? തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുണിയറ. ഒന്നുകൂടെ പറഞ്ഞേ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുണിയറ. ഇനി എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ ആൻഡ് മുണിയറ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് മൊണുമെൻറ്റ്സ്. ഇനി അടുത്തത് തിങ്സ് ബെറീഡ് വിത്ത് റിമൈനിങ്സ് ഓഫ് ഡെഡ്. അതായത് മരിച്ച ഒരു ബോഡീൻ്റെ കൂടെ എന്തൊക്കെയാണ് പിന്നെ മറവ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മളത് ആദ്യമേ പറഞ്ഞു. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? വെപ്പൺസ് ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, ടൂൾസ്, വെസൽസ്, കോയിൻസ്, ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? ഓർണമെൻറ്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്. ഏതൊക്കെയാ? ഓർണമെൻറ്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്. ഒന്നുകൂടെ പറയാം. ഓർണമെൻറ്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ, അതായത് മരിച്ച ഒരു ബോഡീൻ്റെ കൂടെ അടക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് അയേൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ അയേൺ ഏജ്, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇരുമ്പ് യുഗം, അയേൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഇരുമ്പ് യുഗത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്സർവ് ദി ഫിഗർ ഓഫ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ് യൂസ്ഡ് ഡ്യൂറിങ് അയേൺ ഏജ്. അപ്പോൾ നമ്മളോട് പറയാണ് അയേൺ ഏജിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ടൂൾസും വെപ്പൺസും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങളോടൊന്ന് പഠിക്കാനാണ് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് നൈഫ്. ഇതിലെന്തൊക്കെ ഉണ്ട് എന്നാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണുള്ളത്? നൈഫ് ഉണ്ട്, കത്തിയുണ്ട്, സ്വാഡ് ഉണ്ട്, വാളുണ്ട്, സിക്കിളുണ്ട്, അരിവാളുണ്ട്, സ്പിയർ ഹെഡ് ഉണ്ട്, കുന്തം. സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും കുന്താണ്. അടുത്തത് ലാംപ്സ് ഉണ്ട്. ലാംപ്സ് പറഞ്ഞാൽ വിളക്കുണ്ട്. അതുപോലെ തന്നെ ട്രൈപോഡ് ഉണ്ട്. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ മുക്കാല്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ദീസ് ആർ മെയ്ഡ് ഓഫ് അയേൺ. ഇതൊക്കെ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തത്? അയേൺ വെച്ചിട്ടാണ്, ഇരുമ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ദി യൂസ് ഓഫ് അയേൺ ഹെൽപ്ഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഓഫ് ദി മെഗാലിത്തിക് ഏജ്. അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പ് എന്ത് ചെയ്തു? ഈ ഇരുമ്പ് ആയുധങ്ങൾ എന്തിനു ഉപകരിച്ചു? കൃഷി പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു. അപ്പോൾ ഈ ഇരുമ്പ് ഉപകരണങ്ങൾ എന്തിന് ഹെൽപ്പ് ചെയ്തു? കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മെഗാലിത്തിക് യുഗത്തിലെ ആളുകൾ എന്ത് ചെയ്തു? ഭക്ഷണം ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മനസ്സിലായോ? അപ്പം ഭക്ഷണം ആദ്യകാലങ്ങളിലൊക്കെ ഭക്ഷണം ശേഖരിക്കലായിരുന്നു. അപ്പോൾ അതിന്ന് മാറിയിട്ട് ഇരുമ്പ് വന്നതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? പുതിയ കൃഷിയിലേക്ക് ഇറങ്ങി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഭക്ഷണം കൃഷി നടത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഭക്ഷണം ശേഖരിക്കുന്നതിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി? ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറി. കാരണം എന്താ? അവരെ കയ്യിൽ ആയുധമുണ്ട്, കൃഷി ചെയ്യാനുള്ള ആയുധം അവരെ കയ്യിലുണ്ട് മെഗാലിത്തിക് ഏജിൽ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഭക്ഷണം ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നതിന് പകരം അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി.